ക്ലാസ് മുറിക്ക് പുറത്തു നിന്നും പഠിക്കാൻ ഏറെയുണ്ട് ആലപ്പുഴ നീർക്കുന്നം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്. നാടിനു വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട് ഇവർക്ക്. അങ്ങനെയാണ് സേവന പ്രവർത്തനങ്ങളുടെ നല്ല മാതൃക ഇവർ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളാണ് നീർക്കുന്നം SDV UPS. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ലഹരിക്കെതിരായ ബോധവൽക്കരണം, പട്ടിണിക്കെതിരായ പോരാട്ടം, പ്രകൃതി സംരക്ഷണം എന്നുവേണ്ട ഈ കുട്ടികൾ കൈവെക്കാത്ത മേഖലകളില്ല. പഞ്ചായത്തിലെ നിർധനരായ 100ഓളം പേർക്ക് മാസം തോറും 10 കിലോ അരി വീതം ഇവർ സൗജന്യമായി നൽകുന്നു. ഹൃദ്രോഗം ബാധിച്ച സഹപാഠിക്ക് ഇവർ പിരിച്ചു നൽകിയത് 50,000 രൂപ. മറ്റൊരു സഹപാഠിയുടെ ചികിത്സയ്ക്ക് 10,000 രൂപയും നൽകി. പിറന്നാൾ ആഘോഷങ്ങൾ മാറ്റിവെച്ചും സോപ്പ് നിർമ്മാണവും കുടനിർമ്മാണവും ജൈവ കീടനാശിനി നിർമ്മാണവും ഒക്കെ നടത്തിയാണ് ഇവർ ഈ സേവന പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ സഹപാഠിക്കൊരു സഹായഹസ്തം കൊടുക്കുന്നുണ്ട്, സ്നേഹപൂർവ്വം പരിപാടി. പിന്നെ ഞങ്ങളുടെ സഹപാഠികളായ 2 പേർക്ക് ഞങ്ങൾക്ക് സഹായധനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്കും 15,000 രൂപ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ തലച്ചോറ് സംബന്ധമായി പ്രശ്നമുണ്ടായി ആശുപത്രിയിലായിരുന്ന ഒരു കുട്ടിക്ക് 10,000 രൂപയും ഞങ്ങൾ തന്നെ സമാഹരിച്ച തുകയിൽ നിന്ന് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർന്നില്ല, രക്തദാനം പുണ്യദാനമായി ഇവർ കാണുന്നു. തങ്ങൾക്ക് സാധിക്കില്ലെങ്കിലും രക്തം നൽകാൻ സ്വന്തം മാതാപിതാക്കളെ സജ്ജരാക്കുകയാണ് ഇവർ ചെയ്തത്. ഇതിനായി രക്തദാന സേന ഗ്രൂപ്പും രൂപീകരിച്ചു. രക്തനിർണയം നടത്തുന്ന രീതി ഇവർ പഠിച്ചു. നാട്ടിലാകെ ഇറങ്ങി നടന്ന് ഓരോരുത്തരുടെയും രക്തഗ്രൂപ്പ് കണ്ടെത്തി ഇവരെയൊക്കെ രക്തദാന സേനയിൽ അംഗങ്ങളാക്കി. ഞങ്ങൾ വീടാന്തരം കുട്ടികൾ ചെല്ലുകയും 400 പേര് ഉൾപ്പെട്ട വിപുലമായ ഒരു രക്തദാന സേന ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂറും സദാ സേവന സന്നദ്ധയായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠം കൂടി സ്കൂളിൽ നിന്ന് പഠിച്ച ഇവർ സ്കൂളിലെ ഓരോ വൃക്ഷങ്ങൾക്കും പേരുകൾ നൽകി സംരക്ഷിക്കുന്നു. മാതൃഭൂമി നന്മ പദ്ധതിയുടെ പിന്തുണയോടെയാണ് കുട്ടികളുടെ ഈ നല്ല പ്രവൃത്തി. നന്മയിലെ മികച്ച പ്രവർത്തനത്തിന് ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 1ാം സ്ഥാനവും ഈ സ്കൂൾ സ്വന്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.